ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ പുതിയൊരു സ്കൂൾ കാലം കൂടി വരവായി. പല വിദ്യാർത്ഥികളും എൻ്റെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ആളുണ്ട്. അപ്പോൾ അവൻ സ്കൂൾ തുറക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ടെൻഷനിലാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ തന്നെ. പക്ഷെ പലരും വലിയ എക്സൈറ്റ്മെന്റിൽ കാത്തിരിക്കുന്നവരും ഉണ്ട്, എനിക്ക് മനസ്സിലാകും. എന്തൊക്കെ തന്നെയായാലും സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ് ജൂൺ 2 എന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്നതിന് പിന്നാലെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഇത് നീട്ടിവെക്കാനോ മാറ്റാനോ പുതിയൊരു അറിയിപ്പ് വരുവാനോ ഉള്ള സാധ്യതയുണ്ടോ എന്നാണ് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലേക്ക് വന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട് പോകുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. കാരണം കൃത്യമായിട്ട് അവർ ഒരാഴ്ച മുമ്പ് തന്നെ ഇന്ന റിസൾട്ടിൻ്റെ ഡേറ്റ് പറയുന്നു, സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ ആദ്യത്തെ 2 ആഴ്ച കൃത്യമായിട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു. ഇതെല്ലാം പ്രവേശനോത്സവം ഉൾപ്പെടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് ഈ കാലവർഷം തന്നെയാണ്. കാലവർഷം ഇങ്ങനെ നനക്കുകയാണെങ്കിൽ അത് ഈ മലയോര ജില്ലകൾ, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ മുൻകരുതൽ കൂടി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഒരു സ്കൂളുകളെല്ലാം കൂടി തുറന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ജാഗ്രതയായിക്കോട്ടെ, മാർഗനിർദ്ദേശങ്ങളായിക്കോട്ടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജൂൺ 2 എന്ന് പറയുന്ന ഒരു ഡേറ്റ് മാറ്റിവെക്കാനുള്ള സാധ്യത നിലവിൽ ഇല്ല. അത് ഈ കോവിഡിന്റെ നമ്മളൊരു മുൻകരുതൽ എടുക്കുകയാണെങ്കിലും എല്ലാത്തിനും മുൻകരുതൽ എടുത്തുകൊണ്ട് മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് വരുത്തുക തന്നെ ചെയ്യും. അത് തന്നെയാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പുകളോ റെഡ് അലർട്ടുകളോ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ജില്ലകൾക്ക് ഒരു പക്ഷേ ഇത്തരത്തിൽ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള അവധി അറിയിപ്പുകൾ ബാധകമായിരിക്കും. അവർക്ക് ഒരു പക്ഷേ ഡേറ്റുകൾ നീട്ടിവെച്ചേക്കാം. അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് ഒന്നാകി ജൂൺ 2 എന്ന് പറയുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനോ സ്കൂൾ തുറക്കൽ നീട്ടിവെക്കാനോ നിലവിലെ സാഹചര്യത്തിൽ യാതൊരുവിധ കാരണങ്ങളുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ജൂൺ 2 സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മഴ കനക്കാതിരിക്കട്ടെ, അതായത് കാലവർഷം നമുക്ക് വേണം, പക്ഷേ അത് ജീവന്റെ ആ രീതിയിൽ കൂടുതൽ അപകടകരമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുമ്പോഴുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം നമ്മൾ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾ മാത്രമല്ല, രക്ഷകർത്താക്കളും ഫോളോ ചെയ്യുക. ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾക്കും ക്ലാസ്സുകൾ ഉണ്ടാകും. കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കണമെന്നും അവരെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്നുമുള്ള വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഗുരുക്കന്മാർക്ക്, അതായത് അധ്യാപകർക്ക് നിങ്ങളോട് പകർന്നു തരാൻ കഴിയും. എന്തായാലും കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തുടരുക.